പൈസ ഉണ്ടാവാനുള്ള ദുആ എങ്ങനെ അറിയാം നിങ്ങൾക്ക്? പടച്ചോനെ കുറേ പൈസ തരണേന്നല്ല പൈസ ഉണ്ടാകാൻ ദ്വാരക്കണ്ട്. പിന്നെ എങ്ങനെ? അല്ലാഹുവേ ധാരാളം സക്കാത്തും സ്വതക്കയും കൊടുക്കാൻ എനിക്ക് നീ അവസരം തരണേ. അതാണ് പൈസ ഉണ്ടാകാനുള്ള ദുആ. മറ്റേ കുടുങ്ങും മനുഷ്യണ്ടായാലേ, മറ്റേ പൈസ ഉണ്ടായാൽ കുടുങ്ങും. ഏത് പൈസ വേണ്ടത്? അല്ലാഹുവേ, എല്ലാവരും ആമീൻ പറഞ്ഞോളി. അല്ല, അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം സക്കാത്തും സ്വതക്കയും കൊടുക്കാൻ നീ അവസരം നൽകണേ അല്ലാ. ഒരുപാട് ആളുകളുടെ കടം വീടാൻ ഞങ്ങളെ നീ കാരണമാക്കണേ അല്ലാ. ഒരുപാട് മിസ്കീന്മാരുടെ ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് നീ അവകാശം നൽകണേ അല്ലാ. ആമീൻ. ദുആന്റെ അദബ് തെറ്റിയാൽ പ്രശ്നമാവും. ദുആന്റെ അദബ് തെറ്റാൻ പാടില്ല. ദുആക്ക് ഒരുപാട് അദബുകളുണ്ട്. നമ്മൾ തോരന്ന് എല്ലാ അദബും മര്യാദയും ഒന്നും ഇല്ലാത്ത ദുആ തോരക്കും. പടച്ചോനെ റോട്ടിൽ ചതച്ചരക്കല്ലേ റബ്ബേ. അള്ളാഹ്ക്ക് വേറെ പണിയൊന്നും ചെയ്യില്ല, ബനരക്കലുള്ള പണി. പറഞ്ഞ കേട്ടാ തോന്നുന്നു. മൈക്കേ കൂടി എങ്ങനെ അലോക്കിന്റെ ഒച്ചിട്ടിട്ട് മൈക്കേ കൂടി എങ്ങനെ റോഡിൽ അരക്കല്ലേ റബ്ബേ, കെന്റിച്ചാടിക്കല്ലേ, ഭൂമി കുലുക്കത്തിൽ പെടുത്തല്ലേ. ഇതൊക്കെയാണല്ലോ അള്ളാന്റെ ഏർപ്പാട് പറഞ്ഞത്. വൈദാ മരിദത്തു ഫഹുവ യശ്ഫി എന്നാണ് ഇബ്രാഹിം നബി പറഞ്ഞത് അലൈഹിസ്സലാം. വൈദാ മരിദത്തു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫി, അവൻ സുഖമാക്കുന്നവനാണ്. ഒരിക്കലും മോശമായത് അള്ളാഹുലേക്ക് ചേർക്കാൻ പാടില്ല, അത് നമ്മളിലേക്കേ ചേർക്കാൻ പറ്റുള്ളൂ. പള്ളിപ്പ അള്ളാൻ്റെ ആണ്. നമ്മൾ എന്തു പറയും? അള്ളാൻ്റെ വീട് എന്ന് പറയും. അമ്പലാരതാ അള്ളാൻ്റെ തന്നെയാണ്, പക്ഷെ അത് പറയില്ല. എന്തേ? മോശമായത് അള്ളാഹുലേക്ക് ചേർക്കൂല, നല്ലതേ ചേർക്കാൻ പാടുള്ളൂ. ദ്വൻ്റെ ആദാബ് നല്ലോണം പാലിക്കണം. നമുക്ക് അറബി അറിയാന്ന് എഴുതിയിട്ട് ഇങ്ങനെ കെട്ടിക്കൂട്ടി ദ്വരക്കാനൊന്നും പറ്റൂല. ഇതാര് ദ്വാരുന്ന ദ്വയാണ് എന്നുള്ളത് പ്രധാനമായിരിക്കും. ആരാണ് ഈ ദ്വ ദ്വാരുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക്. സമ്പത്തിനുള്ള ദ്വയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഗ്നിനി, എന്നെ നീ ഐശ്വര്യവാനാക്കണമേ, ബിഹലാലിക, ഹലാല് കൊണ്ട്, അൻ ഹറാമിക, ഹറാമിനെ തൊട്ട്, വബിത്വാഅതിക, നിന്നെ അനുസരിക്കൽ കൊണ്ട്, അൻ മഅസിയതിക, നിനക്ക് എതിര് ചെയ്യുന്നതിനെ തൊട്ട്, വബിഫളിക, നിന്റെ ഔദാര്യം കൊണ്ട്, അമ്മൻ സിവാക്ക്, ലോകത്തുള്ള എല്ലാ മഖ്ലൂഖിനെ തൊട്ടും നീ എന്നെ ഐശ്വര്യവാനാക്കണേ. 10,000 റക്അത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിസ്കരിച്ചിട്ട് പുറത്തേക്കാണ് പോകുമ്പോ ചെല്ലാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് ബോർഡുമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, അല്ലാഹുവേ നിന്റെ ഔദാര്യം എനിക്ക് നീ നൽകണമേ. നമ്മൾ അധ്വാനിച്ചിട്ടൊന്നല്ല നമ്മൾ കഴിഞ്ഞുകൂടുന്നത്, അള്ളാഹുവിൻ്റെ ഫദ്ൽ കൊണ്ട് കഴിഞ്ഞുകൂടുന്നു. ഫദ്ലിലേക്കുള്ള വഴി നോക്കണം. അള്ളാഹുവിൻ്റെ ഫദ്ലാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഫദ്ലിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അതിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ല വരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മനസ്സെപ്പോഴും പരിശുദ്ധമായിരിക്കണം. ഇലാഹിയായ തൗഫീഖിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളെ മാതൃകയാക്കണം. അവരെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ജീവിതത്തിന്റെ വിജയം. ദുനിയാവും ആനന്ദകരമാക്കണം, ആഖിറവും ആനന്ദകരമാക്കണം. ആസ്വദിച്ച് നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ പറ്റണം. അതിനെന്തു വേണം? മഹത്തുക്കളായ ആളുകളെ നമ്മൾ മാതൃകയാക്കിക്കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാർ, സ്വാലിഹീങ്ങൾ ഈ ദുനിയാവിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ രാജാക്കന്മാരുണ്ട്, രാജാക്കന്മാരെ മക്കളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പ രാജാവാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വാപ്പ രാജാവായിരുന്നു. രാജാക്കന്മാരെ മക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ എല്ലാറ്റിനും മാതൃകയുണ്ട്. മാതൃകയില്ലാത്ത ഒന്നുമില്ല. എന്ത് കാര്യം ചെയ്യാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി ചെയ്യുക, അപ്പോൾ രക്ഷപ്പെടും. ജോലിയാണെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തിയായിരിക്കണം. വരുമാനവും അള്ളാഹുവിനെ മുൻനിർത്തുന്നതായിരിക്കണം. തുടങ്ങിവെച്ച ഭാഗത്തേക്ക് ഞാൻ മടങ്ങിപ്പോകട്ടെ. എന്ത് വിഷയത്തിന്റെ മുന്നിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെച്ചാൽ വിജയിക്കാം. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.